السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. إذ ظاهر بي أن كل آثر يهدي إلى مؤثر فاعتبري. അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. വുജൂദ് എന്ന സിഫത്ത് വാജിബാണ്. അപ്പൊ അള്ളാഹു മൗജൂദാണ്. എന്താ തെളിവ്? ബുർഹാൻ വുജൂദിഹി തആല, അള്ളാഹു ഉണ്ട് എന്നതിന്റെ അനിഷേധ്യമായ തെളിവ്. സുമ്മ ബർഹന അലാ വുജൂദിഹി തആല, മുസന്നിഫ് തങ്ങൾ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവുദ്ധരിക്കുന്നു. എന്തുകൊണ്ട്? ബിവുജൂദി സുൻഅതിഹി ജല്ല വഅല, ഉന്നതനും മഹാനുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ മഖ്ലൂഖാത്തുകളെ കൊണ്ടിട്ട്. എന്താ കാരണം? ഇത് കാരണം വാഹിറുൻ, വളരെ പ്രത്യക്ഷമാണ്, പ്രകടമാണ്. ബി അന്ന കുല്ല അസരിൻ, എന്തൊരു പ്രതിഫലനവും. ഇത് വാഹിറുൻ അന്നൽ ആലമ അസറുൻ, ഈ ഭൗതിക ലോകം എന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെല്ലാം അസറാണ്. സുന്നത്തുൻ, നിർമ്മിതമാണ്. നിർമ്മിതമാണെന്ന് എവിടുന്ന് കിട്ടിയത്? ലിമാ മറ മിൻ അന്നഹു ഹാദിസുൻ, ഈ ലോകം ജൗഹർ അർള് എന്നീ രണ്ട് വസ്തുക്കളാണ് മൊത്തം. അത് ഒരുമിച്ച് കൂടുന്ന ജിർമും. ഇതെല്ലാം ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതാണ്. ഇല്ലാത്തൊരു വസ്തു ഉണ്ടാവണമെങ്കിൽ വകുല്ലു അസരിൻ, ഏതൊരു നിർമ്മിതിയും യഹ്ദി, അത് വഴികാട്ടും ഇലാ മുഅസ്സിരിൻ, നിർമ്മിച്ച ഒരാളിലേക്ക്. എന്നാ അയ്യദുല്ലു അലാ സ്വാനിഇഹി, ഈ നിർമ്മിതി നിർമ്മാതാവിലേക്ക് വഴി കാണിക്കും. എന്താ കാരണം? ഇത് ലാ യഅഖലു സുൻഅത്തുൻ, ഒരു നിർമ്മിതിയും തന്നെ മനസ്സിൽ തസവ്വുറാക്കാൻ സാധ്യമല്ല. ബിദൂനി സാനിൻ, നിർമ്മാതാവില്ലാതെ. ആറ്റം തൊട്ട് ഗാലക്സി വരെയുള്ള ഏതെടുത്തു നോക്കിയാലും അവയെല്ലാം ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതാണ് എന്ന് തെളിവ് ചെയ്ത് നമ്മൾ പറഞ്ഞു നേരത്തെ. ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടാവുന്ന ഏത് വസ്തുവും ഒരു നിർമ്മാതാവ് വേണം, ഒരു ക്രിയേറ്റർ വേണം. അല്ലാതെ എങ്ങനെ സാധനം ഉണ്ടാകുക? അതിനിപ്പോ ഒരു പറയാ, ഒന്നിന്ന് വേറൊന്നുണ്ടായി, അതിന് വേറൊന്നുണ്ടായി, അതിന് വേറൊന്നുണ്ടായി. ആക്കെ സംഭവിച്ചു. ആദ്യത്തെ എങ്ങനെ ഉണ്ടായി? അതിന് പിന്നെ മറുപടിയില്ല. അത് യാദർച്ഛികം. ഉത്തരം കിട്ടാത്തതിന് പറയുന്ന മറുപടി യാദർച്ഛികം. എന്നാ അങ്ങനെ യാദർച്ഛികമായിട്ട് കുറെ സാധനങ്ങളൊന്നും കാണിച്ചു തന്നാ നിങ്ങൾ ഒന്നുമില്ല, വെറുതെ പറയാ. ഒരു ചെറിയ LKG പഠിക്കുന്ന ഒരു കുട്ടി, ഒരു വിവരം എത്തിയിട്ടില്ല, വകതിരിവുമായിട്ടില്ല. ആ കുട്ടിയോട് മേശപ്പുറത്തൊരു മിഠായി, ഈ മിഠായി ഇവിടെ ആരാ കൊണ്ടുവന്ന് വെച്ചാൽ ആ കുട്ടി ചോദിക്കണത്. അപ്പൊ ടീച്ചർ പറയാണ് അത് തന്നാലുണ്ടായതാണ്. ഈ 3 വയസ്സായ LKG കുട്ടി സമ്മതിക്കും തന്നാലുണ്ടായതാണെന്ന് പറഞ്ഞ? എന്ത് വിഡിത്താണ്! ഒരു മേശപ്പുറത്തൊരു മിഠായി തന്നാലുണ്ടാവും എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ 3 വയസ്സായ കുട്ടിക്ക് പോലും സാധ്യമല്ല. എന്നിട്ടാണ് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വലിയ ചിന്തകന്മാരെന്ന് പറയപ്പെടുന്ന ചില സാധുക്കൾ ഈ മഹാശ്ചര്യമാവുന്ന മഹാപ്രപഞ്ചം സ്വയംഭുവാണ്, ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല എന്ന് പറയുന്നു. ഇത്തരക്കാരുടെ ബുദ്ധിയെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനൊരു സാധനം അവരുടെ ഉള്ളിലില്ല. അതാണ്. എത്ര നിസ്സാരമാവട്ടെ സങ്കീർണമാവട്ടെ ഏതൊരു നിർമ്മിതിയും ഒരു നിർമ്മാതാവിലേക്ക് വഴി. അത് നമ്മൾ കണ്ടോളന്നില്ല. ഉദാഹരണം, ഒരു നല്ല ശില്പം, ആരും ഒരു വട്ടം നോക്കിപ്പോകുന്ന നല്ലൊരു ശില്പം നമ്മൾ കാണുന്നു. ആ ശില്പം കാണുമ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ പിന്നിൽ വ്യതിവിദഗ്ധനായ കഴിവുറ്റ ഒരു ശില്പിയുണ്ട്. ശില്പത്തിന്റെ കൗതുകവും സമ്പൂർണതയും സൗന്ദര്യവും ശില്പിയുടെ കഴിവിന്റെ മേൽ വിളിച്ചോതും എന്നതുപോലെ ഈ പ്രപഞ്ചമാവുന്ന മഹാശില്പം, അതിനെ ഓരോ പരമാണു മുതൽ ചിന്തിച്ചാൽ അതിലെല്ലാം മഹാശക്തനും സർവജ്ഞനും യുക്തിമാനുമായ ഒരു സൃഷ്ടാവ്, ഒരു ശില്പി ഉണ്ടെന്ന് ബുദ്ധി പറയും നമ്മളോട്. അത് ബുദ്ധിയുടെ ഭാഷയാണ്. ഇല്ലെങ്കിലോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവില്ലാതെ
ഒരു നിർമ്മിതി ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ ലസിമ തർജിഹു ബിലാ മുറജ്ജിഹിൻ, നേരത്തെ പറഞ്ഞല്ലോ, മുഹാലുൽ ലിമാ മറ. വുജൂദ് അദമ് മുംകിനാത്തിനൊക്കെ രണ്ടും തുല്യ, വുജൂദും അദമും. എന്നാ അദമ് എന്ന് പറഞ്ഞാൽ അതിന്റെ അസിലാണ്. ഈ അസിലാവുന്ന കവിയായ അദമിൽ നിന്നിട്ടും വുജൂദാവുന്ന ലൈഫിലേക്ക് തർജീഹ് ചെയ്യണമെങ്കിൽ ഒരു മുറജ്ജിഹില്ലാവില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നോക്കട്ടെ. വൈദാലിം ത, നീക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീ ചിന്തിക്കണം, ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്ന കുല്ല സുനാത്തിൻ, ഏതൊരു സൃഷ്ടിയും ഏതൊരു നിർമ്മിതിയും തദുല്ലു അലാ വുജൂദി സ്വാനിഹ, അതിന്റെ നിർമ്മാതാവുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കും എന്നത് ബുദ്ധിയുടെ ഭാഷയാണ്. എങ്കിൽ ഫാതബിർ, ഈ പ്രപഞ്ചത്തിലുള്ള താഴെയുള്ളതും മോളെയുള്ളതും ചെറുതും വലുതുമായ വസ്തുക്കളെ കുറിച്ച് നീ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. ഐ തഅമ്മൽ ഫീ മലകൂതി സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ വിശാലമായ ആകാശത്തിന്റെയും ഭൂമിയുടെയും പരപ്പിലുള്ള ഈ പ്രപഞ്ചത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അതായത് ദഖായിഖിൽ ഹികമി, ഇതിൽ ഓരോന്നിലും മറിഞ്ഞു കിടക്കുന്ന അതിസൂക്ഷ്മങ്ങളായ ഹിക്മത്തുകളെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലിതാലമ, ആ ചിന്ത മുഖേന നിനക്ക് ബോധ്യപ്പെടും അന്നഹുൽ വാജിബുൽ വജൂദ്, ഇല്ലായ്മയിൽ നിന്നുണ്ടായ ഒരു വസ്തുവിനും സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും, ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതല്ലാത്ത സ്വയം ഉള്ളവനായ വാജിബുൽ വജൂദായ ഒരുവൻ, അവന്റെ വുജൂദാണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്നും അവന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനത്തെ വാജിബുൽ വുജൂദ്? അൽ മാലിക്കി, എല്ലാത്തിൻ്റെയും യഥാർത്ഥ ഉടമയും, അൽ മഅബൂദി, അങ്ങേ അറ്റത്തെ വണക്കമാവുന്ന ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവനും, അൽ ഖാദിർ, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചതുപോലെ ചെയ്യാൻ കഴിവുള്ളവനും, അൽ വദൂദി, സൃഷ്ടിജാലങ്ങളോട് അങ്ങേ അറ്റത്തെ സ്നേഹവായ്പുള്ളവനും, അൽ അലിയി, അത്യുന്നതനും, അൽ അദീമി, മഹാനുമായ ഒരു വാജിബുൽ വുജൂദിന്റെ വുജൂദിലേക്ക് വെളിച്ചം വീശും. പിന്നെങ്ങന്തവനാ അൽ അലീം, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും, അൽ ഹക്കീമി, എല്ലാം അറിവിന്റെ മുഖ്തനുസരിച്ച് യുക്തിഭദ്രമായി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായ അല്ലാഹുവിലേക്ക്. ഫതഹ്ദി ഇലാ മാ ഖുലിഖത ലിഅജ്ലി, അങ്ങനെ വരുമ്പോൾ നിന്നെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് നീ ഹിദായത്താവും. എന്നാൽ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അങ്ങനെ അല്ലാഹുവിന്റെ ഖുദ്റത്തും അവന്റെ ഇൽമും മനസ്സിലാക്കാൻ വേണ്ടി അതിന് ഈ തഫക്കുർ ചെയ്താൽ മതി. അതാണ് തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ ഇബാദത്തി സന. അല്ലാഹുവിന്റെ അജായിബ് മഖ്ലൂഖാത്തിനെ കുറിച്ചുള്ള കൂലങ്കഷമായ ചിന്ത എന്നത് ഒരു സാത്ത് സമയം, ഒരു കൊല്ലം മറ്റ് ഇബാദത്തുകളിൽ മുഴുകുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതിലൂടെ എന്താവുള്ളൂ? അള്ളാഹുവിലേക്ക് വെളിച്ചം വീശുള്ളൂ. അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റിയും അവന്റെ ഖുദ്റത്തിനെ പറ്റിയും അവന്റെ ഹിക്മത്തിനെ പറ്റിയും ഖൽബിൽ ഇങ്ങനെ വെളിപ്പെട്ട് തുറന്ന് വെളിച്ചമായി വരണമെങ്കിൽ തവക്കുർ ചെയ്യണം. അതുകൊണ്ടാണ് തഅമ്മുൽ ചെയ്യാൻ പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് സുമ്മ തതറക്ക, എന്തിനു വേണ്ടിയാണ് നിന്നെ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന കാര്യത്തിലേക്ക് നീ ഹിദായത്താവുന്നു മാത്രമല്ല, അവിടെ നിന്ന് നീ മേപ്പോട്ട് വരും. ഇലാ വുഫൂരി ഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ മഹബത്തിലേക്കും, വശുക്രിഹി, 24 മണിക്കൂറും അവന് ശുക്ർ ചെയ്താൽ മതിയാവാത്ത ആ ശുക്രിലേക്കും നീ ഉയർന്നു വരും. അങ്ങനെ ഉയർന്നു വരുമ്പോൾ എത്രത്തുപോരാതായിരിക്ക അള്ളാഹുവിന്റെ കാമിലായ ഹുബ്ബിലേക്കും അള്ളാഹുവിന്റെ നിഅമത്തുകളുടെ ശുക്രിലേക്കും ഉയർന്നു വന്നാൽ അതിനെ തുടർന്ന് വരും തഫ്ജീറു യനാബിയൽ ഹിക്മ, ഹിക്മത്തിന്റെ ഉറവിടങ്ങൾ ഇങ്ങനെ ഉറവ് പൊട്ടി വരും മിൻ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ. അങ്ങനെ വതഖഉദു ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് അല്ലാഹു തആല പറഞ്ഞ റബ്ബാവുന്ന തമ്പുരാന്റെ തിരുസന്നിധിയിലുള്ള മഖഅദ് സിദ്ഖിൽ ചെന്നിരിക്കുന്ന മഅരിഫത്തിന്റെ ആളായി മാറും. അതാണ് യഥാർത്ഥ മഅരിഫത്ത്. വൽനദ്കുറു ലക ശൈഅൻ മിൻ ദാലിക, അള്ളാഹുവിന്റെ അജായിബ് മഖ്ലൂഖാത്തിനെ പറ്റി തഫക്കുർ ചെയ്യുന്നതിന്റെ ചെറിയൊരു സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നീ തഖീസ് അലൈഹി വറു, അതിൽ നിന്നിട്ട് നീ മറ്റുള്ളതിനെ താരതമ്യം ചെയ്ത് എങ്ങനെ ചിന്തിച്ചു നോക്ക്, അപ്പൊ കാര്യങ്ങൾ തിരിയും. ഖാല തആല, അല്ലാഹു തആല തന്നെ നമ്മളോട് അരുൾ ചെയ്യാണ്, വഫീ അൻഫുസികും,
അഫലാ തുബ്സിറൂൻ. ആയത്തുകൾ രണ്ട് ജാതി ഉണ്ട് എന്ന് മുതലിമാമുക്ക് അങ്ങനെ പറഞ്ഞു. ഒന്ന് ആഫാഖിയായത്, ചക്രവാളങ്ങളിൽ പരന്നു കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. മറ്റൊന്ന് അവന്റെ സ്വന്തം നഫ്സിലുള്ള നഫ്സാനിയായതും. ആഫാഖിയായതും നഫ്സാനിയുമായ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ ഏതിൽ ചിന്തിച്ചാലും അതിൻ്റെ ഒക്കെ ഓരോ പരമാണുവിലും അല്ലാഹു തആല ഫീ കുല്ലി ദർറാത്തിൽ വുജൂദി ശവാഹിദു അലാ അന്നഹുൽ ബാരിൽ ഇലാഹുൽ മുസവ്വിറു. ഏറ്റവും ചെറിയൊരു ആറ്റത്തെ കുറിച്ച് പഠിച്ചാലും സർവശക്തനും സർവജ്ഞനും ഹിക്മത്തിനുടമയുമായ റബ്ബാവുന്ന തമ്പുരാന്റെ സൃഷ്ടിവൈഭവത്തിലേക്ക് അത് വെളിച്ചം വീശും. അവിടെ അള്ളാഹുവിന്റെ വുജൂബുൽ വുജൂദും വഹ്ദാനിയത്തും തെളിഞ്ഞു കാണും. ഫഅൻത ഇദാ നളർത, ചുരുക്കി പറയാം, നീ സ്വയം ചിന്തിച്ചു നോക്ക്. ഇലാ മബ്ദഇ ഖൽഖിക, നിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ വജത്ത റബ്ബക സുബ്ഹാനഹു വ തആല, നിന്റെ യജമാനനാവുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിനക്ക് എത്തിക്കാൻ കഴിയും. എന്തായിട്ട്? ഖാദ വാലിദൈക, നീ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിന്റെ മാതാപിതാക്കളെ അല്ലാഹു തആല നയിച്ചു കൊണ്ടുപോയി. എന്തുകൊണ്ട്? ബിസിമാമി ഷഹ്വ, വികാരം എന്ന് പറയുന്ന കടിഞ്ഞാണ് കൊണ്ടിട്ട് നയിച്ചതാണ് ഉമ്മവാപ്പമാര്. എങ്ങനെ? മഖ്ഹൂറൈനി, യഥാർത്ഥത്തിൽ യഥേഷ്ടമല്ല, അവരെ കീഴ്പ്പെടുത്തപ്പെട്ടതാണ് ഇത്. പക്ഷേ കീഴ്പ്പെടുത്തപ്പെട്ടതാണ് ഫീ സൂറത്തി മുഖ്താറൈൻ, ശ്രേഷ്ഠപ്രകാരമാണെന്ന് തോന്നും കണ്ടാൽ. അള്ളാഹുവിന്റെ ഖളാണെന്ന് അർത്ഥം. അങ്ങനെ അവരുടെ താല്പര്യപ്രകാരം അല്ലാഹു തആല ശഹ്വത്താവുന്ന കടിഞ്ഞാണ് കൊണ്ട് നിന്റെ മാതാപിതാക്കളെ നയിച്ചു. തമാമിൽ ബസ്തി വൽ ഉൻസി, നല്ല സന്തോഷത്തോടും നല്ല തുറന്ന മനസ്സോടും കൂടി അവര് എന്താക്കുകയാണ്? ഇണചേരാൻ പ്രചോദനമാവുകയാണ്. അവിടെ ഓരോന്ന് വിശദീകരിച്ചാൽ അവിടെ തന്നെ ആഴ്ചകളോടെ നിൽക്കണം. ഫിഹാദൽ മഖാമി അസ്റാറുൻ അജീബ, ഏതോ ഒരു ഉമ്മാക്കും വാപ്പാക്കും ജനിച്ച ഒരു പെണ്ണും വേറെ ഏതോ ഒരു വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച ഒരു പുരുഷനും, രണ്ട് നാട്ടുകാർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ രണ്ട് കെലിമത്ത് കൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. നിക്കാഹ് എന്ന് പറയുന്ന പുണ്യകർമ്മത്തിലൂടെ കോർത്തിണക്കപ്പെട്ടു. ഇനി അവളെ ജനിച്ച വീടും നാടും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഒക്കെ വിട്ട് അവൻ വിളിച്ച ഏത് ലോകത്തേക്കും പറന്നു ചെല്ലാൻ അവരുടെ മനസ്സ് അവളെ സജ്ജമാക്കും. അങ്ങനെയാണ് ചിന്തിച്ചാൽ പിന്നെ തീരാത്ത ചിന്ത അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ പെണ്ണിന് പുരുഷനോടും പുരുഷന് പെണ്ണിനോടും ഉള്ളതായ പരസ്പര ആകർഷണീയതയാവുന്ന ഷഹ്വത്ത് കൊണ്ട് അവരെ അടുപ്പിച്ചു. അങ്ങനെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അവന്റെ ഹിക്മത്തിന്റെ നീണ്ട ശൃംഖലകളുണ്ട്. യുദ്രിക്കുഹ അർബാബുൽ കശ്ഫ് മിൻ അഹ്ലില്ലാഹി തആല, അള്ളാഹുവിന്റെ ഔലിയാക്കളാവുന്ന ആരിഫീങ്ങളായ ആളുകൾക്ക് കാര്യങ്ങൾ കശ്ഫാവുമ്പോൾ അവർക്ക് അതിന്റെ യഥാവിധി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹു തആല അവന്റെ ഹിക്മത്ത് കൊണ്ട് ഈ പെണ്ണിനെയും ആണിനെയും കോർത്തിണക്കി അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. അവളിലേക്ക് അവനും അവനിലേക്ക് അവളും ആകർഷ്ടരായി. അവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാനക്കല്ലാഹു ഫീ ഖറാറിൻ മക്കീൻ, കേവലം ഒരു ബീജകണമായിട്ട് സുരക്ഷിതമായ മാതാവിന്റെ ഗർഭാശയത്തിൽ അല്ലാഹു തആല നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നു. അതൊക്കെ എത്ര അത്ഭുതങ്ങളുണ്ട് എന്നാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാ അല്ലാഹു തആല പറഞ്ഞു. ഒട്ടിപ്പിടിക്കുന്ന അട്ട പോലത്തെ ഒരു ബീജാണുവിൽ നിന്നിട്ടാണ്. എന്നാൽ ശരീരത്തിന്റെ ഒരു സ്വഭാവമുണ്ട്, പുറത്തുനിന്ന് എന്ത് വസ്തു അകത്ത് വന്നാലും ആ പുറന്തള്ളുക എന്നുള്ളത്. അപ്പൊ ഗർഭാശയത്തിലേക്ക് പുറത്തുനിന്ന് ഈ ബീജകണങ്ങൾ കടന്നു ചെല്ലുമ്പം ശരീരം പ്രകൃതി കൊണ്ട് തന്നെ അത് പുറന്തള്ളൂ. അപ്പൊ ഇത് പുറത്തു പോകും, ഗർഭധാരണം ധരിക്കൂല. അതിന് ഈ അകത്ത് കടന്ന ഈ ബീജം ഗർഭാശയ ഭിത്തികളിൽ കടിച്ചു പിടിക്കുക, ഒരു അട്ട കടിച്ചതുപോലെ കടിച്ചു പിടിക്കുക. അതാ ഖറാർ മക്കയില്. ഫഖലഖത്തിൽ കന്നുത്ഫത അലഖതൻ, പിന്നീട് ഘട്ടങ്ങളായി ഈ ബീജകണത്തെ അല്ലാഹു തആല രക്തപിണ്ഡമായി രക്തക്കട്ടയായിട്ട് മാറ്റും. സുമ്മ ഖലഖൽ അലഖത മുദ്ഗതൻ, പിന്നെ ഈ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമായി മാറ്റുന്നു. സുമ്മ മദ്ദഹ, പിന്നെ അതിനെ നീട്ടി വസവ്വറഹ ഫീ അഹ്സനി സൂറ, മനുഷ്യന്റെ ചെറിയൊരു സൂറത്ത് അതിന് കൊടുക്കുന്നു.
ഫജഅല الرأس في أحسن خلقة. തല ഏറ്റവും നല്ല സംവിധാനത്തിൽ. അതിനോട് ഹറക്കൽ, അതിനെ കണ്ണ് പഠിച്ചു, വല്ലുതിന ചെവി പഠിച്ചു, വല്ലംഫ മൂക്ക് പഠിച്ചു, വസവ്വറൽ വജ്ഹ ഫി അഹ്സനി സൂറ, മുഖം ഏറ്റവും നല്ല ഭംഗിയായ രൂപത്തിൽ രൂപപ്പെടുത്തി. വഔദഅഹ മിനൽ ജമാൽ, ആ മുഖത്ത് അവൻ സൗന്ദര്യം നിക്ഷേപിച്ചു. വൽ കമാലി, കമാലിയത്തും ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത കമാലിയത്തും സൗന്ദര്യവും കൊടുത്തു. അതിന്റെ പുറമെ ഖലഖൽ സുമ്മ ഔദഅ ബസറ ഫിൽ ഐൻ, കാഴ്ച എന്ന കഴിവ് കണ്ണിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു. വസ്സമഅ ഫിൽ ഉദ്നി, കേൾവി എന്ന് പറയുന്ന പ്രത്യേകത ചെവിയിൽ വെച്ചു. വശമ്മ ഫിൽ അൻഫി, വാസനിച്ചറിയാനുള്ള കഴിവ് എന്ന് മൂക്കിൽ വെച്ചു. ഖലഖൽ ഫമ, പിന്നെ അതിന്റെ പുറമെ വായ് സൃഷ്ടിച്ചു. വസയ്യനഹു, വായ് അവൻ ഭംഗിയാക്കി. ബിശഫത്തൈൻ, നല്ല സുന്ദരമായ രണ്ട് ചുണ്ടുകളെ കൊണ്ട്. വഖലഖൽ ലിസാൻ, അതിന്റെ അകത്ത് അവൻ നാവ് സൃഷ്ടിച്ചു. വഖലഖ ഫീഹി ദൗഖ, രുചിച്ചറിയാനുള്ള കഴിവ് ആ നാവിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു. വജഅലഹു ജുന്ദൻ മിൻ ജുനൂദിഹി തആല, ഇതിനെ അല്ലാഹു തആല അവന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യമാക്കി. യുതർജിബു അമ്മാ ഫിൽ ഫുആദി മിനൽ ഉലൂമി വൽ മആരിഫി, ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച അറിവുകളെ, വിജ്ഞാനങ്ങളെ പുറത്തു പറയാൻ ഈ നാവാണ് ഉപയോഗിക്കുന്നത്. വജഅല റഖബത, എന്നിട്ട് ഈ കഴുത്ത്, പെരടി എന്ന് പറയുന്ന കഴുത്തിനാക്കി. ഹാമിലത്തൽ അർശി റസി, തലയാവുന്ന സിംഹാസനത്തെ വഹിക്കുന്നതാക്കി. ഫീ ഹുസ്നിൻ ബദീ, കഴുത്താണെങ്കിലോ വളരെ കൗതുകകരമായ ഭംഗിയിൽ. വജഅല ഫീഹൽ മൻഫദൽ മൂസില ലിൽ അക്ലി വശുർബി ഇലൽ മഅദ, ഈ കഴുത്തിനുള്ളിലൂടെ അന്നപാനാദികൾ ആമാശയത്തിലേക്ക് എത്താനുള്ള ദ്വാരം അവൻ സൃഷ്ടിച്ചു. അതിന്റെ പുറമെ വഔദഅൽ ബത്ന, വയറ്റിനകത്ത് അവൻ നിക്ഷേപിച്ചു. മിനൽ അംആഇ, കുടലുകളും, വൽ മസാരീനി, അതുപോലെ തന്നെ ആന്തര അവയവങ്ങളിൽപ്പെട്ട ഈ വൻകുടലും, വൽ ഖൽബ, ഹൃദയത്തെയും, വൽ കബിദ, കരളിനെയും, വൈരഹ എന്ന് വേണ്ട ആന്തരിക അവയവങ്ങളെ. മിമ്മ ലാ യഅലമു ഹഖീഖത്തുഹു ഇല്ലാഹു തആല, ഓരോന്നും വിശദമായ പഠനം നമുക്ക് അസാധ്യമാണ്. ഇപ്പോഴും കുറേയൊക്കെ ആളുകൾ പഠിച്ചെത്തിയെങ്കിലും സമ്പൂർണമായ പരിജ്ഞാനം അതിനെപ്പറ്റി അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. വഖലഖൽ ഐദി, അതിന്റെ പുറമെ കൈകൾ അവൻ സൃഷ്ടിച്ചു. വഖലഖ ഫീഹൽ അകുഫ, കൈപ്പത്തി പടച്ചു. വൽ അസാബിയ, വിരലുകളെ പടച്ചു. വജഅല മഫാസിലഹ, ഈ വിരലിന് കെണിപ്പുകളെ വെച്ചു. വഅബ്ദഅഹ, നല്ല കൗതുകകരമായ നിലക്കുള്ള കെണിപ്പുകൾ. പിന്നെ വല്ല അർജുന, കാലുകൾ പടച്ചു. അതാക്കി ഇതേ രീതി തന്നെ പാദങ്ങളും വിരലുകളും ഒക്കെ ആയിട്ട്. വഖലഖൽ ഇളാമ, ശരീരത്തിൽ എല്ലുകളെ അവൻ സൃഷ്ടിച്ചു. വകസാഹ ലഹ്മൻ, ഈ എല്ലിനെ മാംസം കൊണ്ട് അവൻ പൊതിഞ്ഞു. സുമ്മ നഫഖ ഫീക റൂഹ, ഇതൊക്കെ നേരത്തെ അല്ലാഹു തആല ചെയ്തിട്ട് പിന്നെയാണ് മനുഷ്യാത്മാവ് എന്ന് പറയുന്ന റൂഹ് നിന്നിൽ അവൻ പ്രവേശിപ്പിക്കുന്നത്. അതെന്താ? വയസിറുൻ അദീമുൻ, വലിയൊരു രഹസ്യമാണ്. അജീബുൻ, ആശ്ചര്യകരമായ പിന്നെ അസ്റാറിഹി തആല, അല്ലാഹുവിന്റെ സിറുകളിൽപ്പെട്ടതാണ്. അതിന്റെ യഥാർത്ഥ ഹഖീഖത്ത് നമുക്കൊന്നും അറിയില്ല. നമ്മുടെ ശരീരത്തിലുള്ളതാണെങ്കിൽ പോലും റൂഹ് എന്താണെന്നുള്ള അതിന്റെ ഹഖീഖത്ത് നമുക്ക് അറിയില്ല. അങ്ങനെ ഫതഹറകത ഫീ ബത്നി ഉമ്മിക, ഈ റൂഹ് ഊതലോടുകൂടി നിന്റെ ഉമ്മയുടെ വയറ്റിനകത്ത് ഗർഭാശയത്തിൽ വെച്ച് നീ ചലിക്കാൻ തുടങ്ങി. ഇപ്പോഴൊക്കെ വമാസാല, റബ്ബ് തആല ആയിക്കൊണ്ടേയിരുന്നു. ബിക റഊഫർ റഹീമ, നിന്നോട് അങ്ങേയറ്റത്തെ കാരുണ്യവും വാത്സല്യവും ഉള്ളവനായിരുന്നു. ഹാഫിളൻ ലക, നിന്നെ അവൻ സംരക്ഷിച്ച് കാത്തുപോന്ന്. ഫീ അളിയഖി മകാൻ, ഏറ്റവും ചെറിയ ഉമ്മയുടെ ഗർഭാശയം എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥലത്ത് നിന്റെ വളർച്ചക്കനുസരിച്ച് തന്നെ അള്ളാഹുവിനെ വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ യൂസുലുലക്ക ഇതാക്ക, നിനക്ക് വേണ്ട അന്നപാനാദികൾ അന്നന്റെ ഉള്ളിലേക്ക് അവൻ എത്തിച്ചു തരുന്നു. നീയാണെങ്കിലും വാന്താലും പക്ഷെ എനിക്കൊന്നും ആ സമയത്ത് അറിയില്ല. അതാണ് ആത്താക്കും മിൻകുല്ലി മാ സഅൽതുമൂഹു എന്ന ആയത്തിന്റെ തഫ്സീർ ഉലമാക്കൾ പറഞ്ഞ്, നിങ്ങൾ ചോദിക്കാത്തതും തന്നു, ചോദിച്ചതും തന്നു. ഈ പറയുന്നതൊക്കെ ചോദിക്കാതെ കിട്ടിയതാ. ഇതൊന്നും ആരും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ അറിയില്ലെന്ന്. അങ്ങനെ വളർച്ച, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പൂർത്തിയായപ്പോ അൻസലക, നിന്നെ അവൻ ഇറക്കിക്കൊണ്ടുവന്നു. മിനർ റഹിമി, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നിട്ടും ഇറക്കിക്കൊണ്ടുവന്നു. മിൻ അളിയഖി മഹല്ലിൻ, അങ്ങേയറ്റം ഇടുങ്ങിയ ആ വഴിയിലൂടെ, പ്രസവത്തിലൂടെ അങ്ങേയറ്റം ഇടുങ്ങിയ വഴിയിലൂടെ നിന്നെ അവൻ ഇറക്കിക്കൊണ്ടുവന്നു. ഫലതഫ ബിക വബി ഉമ്മിക, ലോകത്ത് ലഭ്യമാകുന്നതിൽ
ഏറ്റവും കൂടുതൽ വഴുവഴുപ്പുള്ള ഒരു ദ്രാവകത്തെ സൃഷ്ടിച്ച് കുട്ടി പുറപ്പെടാനാവുന്ന സമയത്ത് ആ പാട പൊട്ടിയിട്ട് ആ ദ്രാവകം വന്നിട്ട് ഉമ്മക്കും കുട്ടിക്കും അപകടമില്ലാത്ത നിലക്ക് നിന്നെ അള്ളാഹു തആല അവന്റെ ലുത്ഫ് കൊണ്ട് പുറപ്പെടുവിച്ചു. ഹത്താ ഇദാ ബറസ്ത, അങ്ങനെ പുറത്ത് നീ എത്തിക്കഴിയുമ്പം അൽഹമക ബിമുജറദിൻ നുസൂൽ, ഈ ലോകത്ത് ജനിക്കലോട് കൂടി തന്നെ നിനക്ക് അള്ളാഹു തആല ബോധം തന്നു. ഇലാ സദി ഉമ്മിക്ക, ഉമ്മയുടെ സ്തനത്തിലാണ് നിനക്ക് വേണ്ട സ്തന്യമുള്ളത് എന്ന് നിനക്ക് ബോധം തന്നു. വാജറാഫിഹി ലബൻ, അതുവരെ ഇല്ലാത്ത പാല് ഉമ്മയുടെ സ്തനത്തിൽ അല്ലാഹു തആല നടത്തി തന്നു. വൻസല ഫീ ഖൽബിഹാ, ഈ ഉമ്മയുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തു അർറഫത വറഹ്മ, നിന്നോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യവും കാരുണ്യവും. ഹത്താ ഇന്നഹാ തറാ ബൗലക വഗായിതക, എത്രത്തോളം നിന്നോട് സ്നേഹം വാത്സല്യം, നീ കാഷ്ടിക്കുന്ന കാഷ്ടവും നീ മൂത്രിക്കുന്ന മൂത്രവും ആ ഉമ്മ കാണുന്നത് മിൻ അഹ്സനി മാ യകൂൻ, ഏറ്റവും സുന്ദരമായതായിട്ടാ, മലിനമായിട്ടും വെറുക്കപ്പെട്ടതായിട്ടുമല്ല ഉമ്മ കാണുന്നത്. നീ അവരുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ കാട്ടിച്ചാലും മൂത്രിച്ചാലും ഉമ്മക്ക് യാതൊരു വെറുപ്പില്ല, സന്തോഷമേ ഉള്ളൂ. ആ നിലക്ക് ഉമ്മയുടെ കൽബിനെ അല്ലാഹു തആല മാറ്റി തന്നു. വൽ മിന്നത്തു ലഹു തആല ഫീ ദാലിക, ഒന്നും നമ്മളതല്ല, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ് ഉമ്മയുടെ കൽബിനെ ആ കോലത്തിൽ പരുവപ്പെടുത്തിയത്. ഈ ഉമ്മയുടെയും കുട്ടിയുടെയും കാര്യത്തിൽ വാപ്പയുടെ കൽബിനെ അള്ളാഹു തആല പരുവപ്പെടുത്തിയത്, ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. വലമ്മ ആന അവാനുൽ അക്ൽ, കുറച്ചു കഴിഞ്ഞ് ഭക്ഷിക്കാനുള്ള പ്രായമായി കഴിയുമ്പോൾ ഖലഖലക്കൽ അസ്നാൻ വൽ അദ്റാസ്, പല്ലുകള് കോട്ടുപല്ലുകള് ഒക്കെ അവൻ പഠിച്ചിരുന്നു. വറത്തബഹ തർത്തീബൻ നജീബ, ആദ്യം മുമ്പല് 2 വന്നു, പിന്നെ 2 വന്നു, പിന്നെ അപ്പുറത്ത് 2 വന്നു, ഇങ്ങനെ കൃത്യമായി സംവിധാനിച്ചു. മാമാ ഫീഹാ മിൻ കമാലി സീന, ആ പല്ലുകളിൽ അങ്ങേയറ്റത്തെ സമ്പൂർണമായ സൗന്ദര്യമുണ്ട്. വൽ ജമാലി വൽ കമാലി, പടപ്പിന്റെ സൗന്ദര്യവും സമ്പൂർണതയും ഒക്കെ അതിൽ വെച്ചു. മലമ്മ കർബബുലൂക, ഏതാണ്ട് പ്രായപൂർത്തി എത്താനാവുമ്പം വക്കാനത്ത് ഹദിൽ അസ്നാൻ വൈഫ, ആദ്യത്തെ പാൽപ്പല്ല് എന്ന് പറയും, ആ പല്ല് ബലഹീനമായത് കൊണ്ട് അസ്ഖതഹ, അതിനെ ഒഴിവാക്കി കളഞ്ഞു. വാബുദലഹ ബിഅഖ്വാമിൻ, അതിനേക്കാൾ കൂവത്തുള്ള ശക്തിയുള്ള വേറെ പല്ല് എന്നു. അങ്ങനെ ഇതാ അക്കൽത്ത, നീ ഭക്ഷിക്കാൻ തുടങ്ങുമ്പം ഫജ്ജറല്ലാഹു ഫീ ഫമിക ഐനൻ ജാരിയ, നിന്റെ വായിന്റെ ഉള്ളിൽ ഒഴുകുന്ന ഒരു നദി അല്ലാഹു തആല, ഉമുനീരാവുന്ന നദി അല്ലാഹു തആല തുറന്നിട്ടു, ഉറവടിച്ചു. ഉറവായിട്ട് ഇങ്ങനെ ഈ ഭക്ഷണം ചവക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കലരാൻ വേണ്ടിയിട്ട് ഈ ഉമുനീര് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു. അതാണ് ഐനൻ ജാരിയ, ഉമുനീര് പറിച്ചു. ലായം കത്തിയൊഴയാനുഹ, ഈ ഉമുനീര് പൊടിയൽ നിക്കുല മാതുംത തഅകുലു, നീ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്തിനാൽ തബ്തല്ലു ബിഹാ, ഈ ഉമുനീര് കൊണ്ട് നീ ചവക്കുന്ന ഭക്ഷണപ്പിടി നനയാൻ വേണ്ടി. ഈ ഉമുനീര് കലർന്ന ഭക്ഷണം കീപ്പോട്ട് ഇറക്കാൻ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അല്ലാഹു തആല നിന്റെ കൂടെ. ഇത്ര കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ ആശ്ചര്യകരമായ ഹിക്മത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലത്തി അൻത ഫീ ഗായത്തിൽ ഇഫ്തിഖാരി, ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിനക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളതാ. ഇത് അല്ലാഹു തആല നീ ചോദിക്കാതെ തന്നതാ. വലൈസ ഫീ ഖുദ്റത്തിഹാ ഇർജാഉഹാ, ഈ ഉമുനീര് നടത്താനും നിനക്ക് കഴിയില്ല, വല മൻഹുഹാ, നിനക്ക് തടയാനും കഴിയില്ല. അള്ളാഹ് തരുകയാണ്. എന്തോ ഒരു കാരുണ്യമാണ്. നീ കുടിക്കുന്ന പാനീയങ്ങളും അന്നങ്ങളും കീപ്പൊട്ടിറങ്ങി ഫിൽ മൈദത്തി, ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ സറഫഹു ഇലാ മാ യശാ, അള്ളാഹു വേണ്ടി വെച്ചതിലേക്ക് അതിനെ തിരിക്കുന്നു എന്ന് പറയാം. ഫബാദുഹു യതറബ്ബാ ബിഹിൽ ലഹം, മാംസം വളരാൻ വേണ്ടത് കുറച്ച് ഭാഗം. വബാദുഹു യതറബ്ബാ ബിഹിൽ അളം, എല്ല് വളരാൻ വേണ്ടത് വേറെ കുറച്ച്. വബാദുഹു യതറബ്ബാ ബിഹിൽ ഷം, കൊഴുപ്പ് വളരാൻ വേണ്ടത് വേറെ ചിലത്. വബാദുഹു യതറബ്ബാ ബിഹിൽ ദം, രക്തം വർദ്ധിക്കാൻ വേണ്ടത് വേറെ. ഇതൊക്കെ എങ്ങനെ എത്തിച്ചു? കമാലിൽ ലദ്ദ, നല്ല സമ്പൂർണമായ രുചിയോട് കൂടി ഹല്ലക്ലി, ഭക്ഷിക്കുമ്പോഴും വബാദുഹു അതിന് ശേഷം. ഇങ്ങനെ മാംസത്തിനും എല്ലിനും മജ്ജക്കും കൊഴുപ്പിനും രക്തത്തിനൊക്കെ ഉള്ള ആവശ്യമുള്ളത് കഴിച്ചിട്ട് വരുന്ന അവശിഷ്ടങ്ങൾ ഒക്കാണ് അതവിടെ ബാക്കി നിൽക്കുമ്പം ശരീരത്തിന് കൊണ്ട് ദോഷമുണ്ട്. അത് പള്ളയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. അങ്ങനെ വന്നപ്പോ അഖ്റജഹു മിൻ മഖ്റജൈക, അതിന്
കുറെ പിന്തുവാരത്തിലൂടെ മലമായി പുറത്തിറങ്ങി, കുറെ മുൻദ്വാരത്തിലൂടെ മൂത്രമായിട്ടും, അങ്ങനെ മലവും മൂത്രവുമായിട്ട് അവശിഷ്ടങ്ങളെ പുറത്തും കളഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വൻദുർ ഇലാ ഹാദൈനിൽ മഖ്റജൈൻ. എന്നിട്ട് നീ ഈ മുൻദ്വാരം പിന്തുവാരം അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. വബദി ഹിക്മതിഹിമ, അതിന്റെ രണ്ടിന്റെയും ആശ്ചര്യകരമായ ഹിക്മത്തിനെ പറ്റി. വൈലാ ഇഖ്ദാരിക അലാ ഇംസാകിഹിമ. ഓട്ടയാണല്ലോ, പിന്തുവാരും ഓട്ടയാണ്, മുൻദ്വാരം ഓട്ടയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള മലോ മൂത്രോ തന്നെ ഇറങ്ങി വരുന്നില്ലല്ലോ. എന്താ തഹയ്യുൽ ഫുറത്തിൽ ഖുറൂജ്, മലവും മൂത്രവും പുറത്തു വരാൻ റെഡി ആവുമ്പോഴും നിന്റെ ഉദ്ദേശപൂർവ്വം നീ അതിന് ശ്രമിക്കുമ്പോഴല്ലാതെ അത് പുറത്തു വരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ആ രീതിയിലാണ് അല്ലാഹു. ചുരുക്കി പറയല്ലേ വേണ്ടി വബിൽ ജുംലത്തി, ആകത്തുക പറഞ്ഞാൽ ഫലം യസൽ സുബ്ഹാനഹു, അല്ലാഹു തആല ആയിക്കൊണ്ടേയിരിക്കുന്നു, ബിക നിന്നോട്, റഊഫൻ റഹീമ അങ്ങേയറ്റത്തെ വാത്സല്യവും കാരുണ്യമുള്ളവന്, വദൂദൻ കരീമ ഉദാര്യവാനും സ്നേഹവാൻപുള്ളവരുമാണ്, ഫീ കുല്ലി ലഹ്ള വഅൻത ഗാഫിലുൻ അൻ നഫ്സിക, നിന്റെ സ്വന്തം നഫ്സിനെ പറ്റി പോലും നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും 24 മണിക്കൂറും നിന്റെ കാര്യം ശ്രദ്ധിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പുറമെ അങ്ങനെ പോയാല് ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.